ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് മാത്രമല്ല, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലോളം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ആ പ്രൊഡക്ട്സ് ഇല്ല. ഞാനത് നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് സൈഡിൽ കൊടുത്തേക്കാം. എനിക്ക് കറൻ്റ് യൂസ് ചെയ്യുന്ന മാത്രമല്ല, നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. മാത്രമല്ല, അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ സ്കിന്നിൻ്റെ ടൈപ്പ് നോക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടി. എൻ്റെത് വന്നിട്ട് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഹെവി ഡ്രൈ സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ്. പ്ലമ്മിൻ്റെ ഈ ലുമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അത് വന്നിട്ട് ഒരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഹെവി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെത് ഭയങ്കര ഒരു ഹെവി ഡ്രൈ സ്കിൻ തന്നെയാണ്. ഹെവി എന്ന് പറയാൻ പറ്റില്ല, ചില സമയത്ത് ഡ്രൈ ആണ്, ചില സമയത്ത് ഭയങ്കര ഹെവി ഡ്രൈ സ്കിന്നുമാണ്. ചില സമയത്ത് തോലെല്ലാം പൊളിഞ്ഞു പോകും, സ്കിന്നിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു എന്താ പറയുക, ഫൗണ്ടേഷനോ ഒരു മേക്കപ്പ് പോലും ഇടാൻ പറ്റാത്ത പോലെ അത്രയ്ക്കും ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. യൂസ് ചെയ്തു, എനിക്ക് ഭയങ്കര റിസൾട്ടാണ്. നല്ല മോയ്സ്ചറൈസറാണ്, എപ്പോഴും സ്കിന്ന് നല്ല മോയ്സ്ചേർഡ് ആയിട്ട് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, എൻ്റെത് കുറച്ച് ഹെവി ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു മോയ്സ്ചറൈസർ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ സ്കിന്നിലേക്ക് ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ആയി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അധികം എടുത്തിട്ട് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫേസിന് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ കറൻ്റ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫോക്സ്റ്റെയിലിൻ്റെ സൺസ്ക്രീൻ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡ് തന്നെ ആയിരിക്കും ഫോക്സ്റ്റെയിൽ. കുറച്ച് പേർക്കെങ്കിലും അറിയാതിരിക്കില്ല. അപ്പോൾ ഫോക്സ്റ്റെയിലിൻ്റെ സൺസ്ക്രീൻ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഡ്യൂയി ഫിനിഷിങ്ങുമാണ്. അത് മാത്രമല്ല SPF 70 PA+++ ഒക്കെ വരുന്നുണ്ട്. UV പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അത് വന്നിട്ട് ഞാൻ ഫോർ ഡ്രൈ സ്കിന്നിനുള്ള ഓപ്ഷൻ ആയിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഫോക്സ്റ്റെയിലിൻ്റെ തന്നെ ഫോർ ഓയിലി സ്കിന്നുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിൽ വരുന്ന സൺസ്ക്രീനും ഉണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫോർ ഡ്രൈ സ്കിന്നിനുണ്ടായിരുന്ന ഒരു സൺസ്ക്രീൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു, നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു നോർമലി നമ്മൾ എങ്ങനെ വന്നാലും 4 to 5 hours കഴിയുമ്പോൾ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ, എത്ര വലിയ SPF ആണെങ്കിലും. പക്ഷേ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ ആ ഒരു സൺസ്ക്രീനിൽ. ഇപ്പോഴും ഞാൻ കറൻ്റ് ആ ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ്, ഭയങ്കര ഡ്യൂയി ഫിനിഷിംഗ് ആണ്. ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ഗ്ലോ ആയിട്ട് മാറ്റായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അടിപൊളിയാണ്, എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ C ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഗാർണിയറിൻ്റെത്. പക്ഷേ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെത് ഡ്രൈ സ്കിൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക നിർബന്ധമാണ്. കാരണം ഈ ഒരു ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഫേസ് ഭയങ്കര ഹെവി ഡ്രൈ ആവും, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അതിപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. പക്ഷേ എൻ്റെത് ഡ്രൈ സ്കിന്നാണ്, പക്ഷേ എനിക്ക് ഈ ഫേസ് വാഷും അടിപൊളിയാണ്, എനിക്കിത് വിട്ട് കളയാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ അടിപൊളി ഫേസ് വാഷാണ്, ഞാൻ കറൻ്റ് അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇപ്പോൾ ഭയങ്കര ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കോസാറക്സിൻ്റെ 96 സ്നെയിൽ മ്യൂസിൻ. യെസ്, ആ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒച്ചിൻ്റെ ഒരു ലിക്വിഡ് ടൈപ്പ് വരുന്ന ഒരു സാധനം. അത് ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ആക്ച്വലി സജസ്റ്റ് ചെയ്തത് എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. അവർ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടി പറഞ്ഞിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്കെല്ലാം ആ കുട്ടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണ് ഫുള്ള് എന്താ പറയുക, ഫോർമാറ്റ് ആയി പോയത് കാരണം ആ ലിങ്കും കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നല്ല പോലെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
കിട്ടിയിട്ടില്ല എന്നല്ല, കിട്ടി, സാധനം ഉണ്ട്, ആമസോണിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം ഉണ്ട്. പക്ഷെ കണ്ടപ്പോൾ എനിക്കത് അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാത്തൻ സാധനം പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി നമ്മൾ അത്രയും പൈസയായിരുന്നു, 1400 സംതിങ് ആയിരുന്നു റേറ്റ് വരുന്നത്. എനിക്കത് വാങ്ങിക്കാൻ ഭയങ്കര ഒരു പേടി തോന്നി. കാരണം ഇത് ഒറിജിനൽ ആണോ എന്നറിയില്ല. കാരണം ഇപ്പം ഒരുപാട് സ്നെയിൽ മ്യൂസിൻ്റെ കോസാറക്സിൻ്റെ തന്നെ, കോസാറക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ ചാത്തൻ സാധനം ഇറങ്ങുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇനി ഇത് ഒറിജിനൽ ആണോ കിട്ടാമെന്ന് അറിയില്ലല്ലോ. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നതായതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്ലിപ്കാർട്ടും ആമസോണും എല്ലാം മാറ്റി നേരെ നൈക്ക എന്ന് പറഞ്ഞ ആപ്പ് പോയിട്ട് ഡൗൺലോഡ് ചെയ്തു. നൈക്കയിൽ പോയി, നൈക്കയിൽ ചെന്നിട്ട് ഞാനിത് സെർച്ച് ചെയ്തു, ഞാൻ സാധനം കണ്ടു. അപ്പം നൈക്കയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഓർഡർ ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പേർപ്പിളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നൈക്കയിൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് 1000 സംതിങ് എന്നത് കിട്ടി. 1400 ഒന്നും കൊടുക്കേണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ ഓഫറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഓർഡറിൽ കിട്ടുന്ന ഒരു ഓഫറിൽ. അങ്ങനെ എനിക്ക് ആ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ഞാൻ യൂസ് ചെയ്തു. ഒരു 2 വീക്ക് വരെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാലോ അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കറൻ്റ് ഒരു 1 മന്ത് ആയിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് മറന്ന്, ഞാനിപ്പോൾ എൻ്റെ കറൻ്റ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ സാധനം എല്ലാം അവിടെ വെച്ച് മറന്നിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ യൂസ് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി സാധനമാണ്. എന്താ പറയുക, ഒന്നും പറയാനില്ല. പക്ഷെ വാങ്ങുമ്പോൾ ഒറിജിനൽ സാധനം തന്നെ കിട്ടാൻ നോക്കുക. ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ലിങ്ക് നോക്കി നല്ല പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കുക. നല്ല പ്രൊഡക്റ്റാണ്, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ഡെയിലി എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് കൊടുക്കാറുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്ന കുറച്ച് സ്കിൻ പ്രൊഡക്ട്സ് ഇതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രൊഡക്ട്സും ഒന്നും പറയുന്നില്ല, കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള, എനിക്ക് ഓക്കെ ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.